നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അജു ഫൗണ്ടേഷൻ ഡി ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരം പാലോളി മുഹമ്മദ് കുട്ടിക്ക്. ഡിസംബർ 28-ന് മൂവാറ്റുപുഴയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പുരസ്കാരം വിതരണം ചെയ്യും. ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം മൂവാറ്റുപുഴ അജു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡിന് അർഹനായി പാലോളി മുഹമ്മദ് കുട്ടി കവി, സംസ്കൃത പണ്ഡിതൻ, അധ്യാപകൻ, വിവർത്തകൻ, ബാലസാഹിത്യകാരൻ തുടങ്ങിയ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡി ശ്രീമാൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥമാണ് അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 50,000 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 28-ന് മൂവാറ്റുപുഴ കബനി പാലസിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് അജു ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ ഗോപി കോട്ടമുറിക്കൽ, CK ഷാജി, ജനറൽ സെക്രട്ടറി പ്രമോദ് K തമ്പാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ ഈ കോവിഡ് കാലത്ത് ഉൾപ്പെടെ സുദീർഘമായൊരു കാലയളവിൽ ഏതാണ്ട് 3000-ഓളം കാർഡിയാക് സർജറി നടത്തിയ പ്രശസ്തനായ ഡോക്ടർ ജയകുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ, അദ്ദേഹത്തിനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ശ്രീമാൻ നമ്പൂതിരി പുരസ്കാരം. അപ്പോൾ ആ ചോടുപിടിച്ച് ഇത്തവണ ആലോചിച്ചപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഏറെ ആദരവ് പിടിച്ചു പറ്റിയ ഒരു പൊതുപ്രവർത്തകൻ്റെ പേരാണ് ഇതിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നത്. അങ്ങനെയാണ് ബഹുമാന്യനായ പാലോളി മുഹമ്മദ് കുട്ടി രാഷ്ട്രീയ രംഗത്ത് ഇന്നും ഒരു സുതാര്യതയുടെയും അഴിമതി രഹിത പ്രവർത്തനങ്ങളുടെയും ഒരു സൂര്യശോഭ എന്ന് പറയും. സുദീർഘമായൊരു കാലയളവ് പൊതുരംഗത്ത് നിന്ന് പല ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ അംഗം തുടങ്ങി നാനാ മേഖലകളിലെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ജനങ്ങൾക്ക് ഇന്നും വലിയ തോതിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ബഹുമാനായ പാലോളി. ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ MK സാനു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി പ്രമോദ് K തമ്പാൻ എബനേസർ ഫൗണ്ടേഷൻ എൻഡോമെന്റ് സമർപ്പണം മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിർവഹിക്കും. KFB അന്ധവനിത തൊഴിൽ പരിശീലന ഉൽപാദക കേന്ദ്രം പ്രതിനിധികൾ എൻഡോമെന്റ് ഏറ്റുവാങ്ങും. മുൻ NCERT ഡയറക്ടർ ഡോക്ടർ J പ്രസാദ്, മുൻ MLA എൽദോ എബ്രഹാം, ഷാജി മുഹമ്മദ്, KP രാമചന്ദ്രൻ, രജീഷ് ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിക്കും. പ്രൊഫസർ MK സാനു, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ J പ്രസാദ് എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡിനായി പാലോളി മുഹമ്മദ് കുട്ടിയെ തിരഞ്ഞെടുത്തതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.